പറയുകയാണ്, അതേ അവസരത്തിൽ ഒരു ഹിന്ദുവിന്റെ ആചാരം മുസ്ലിം ഈ പേര് കൊണ്ട് നടന്നുകൊണ്ട് അത് ചെയ്യണ്ട, അവിടെ പോയിട്ട് അക്കാര്യം ചെയ്യണ്ട. ഒരു പുഷ്പാർച്ചന നടത്തൽ ഒരു മുസ്ലിമിന്റെ പരിപാടിയല്ല. ആരുടേതാണെങ്കിലും ഒരു ചില്ലിട്ട ഒരു ഫോട്ടോക്ക് മുമ്പിൽ പൂമാലയും ചാർത്തി വിളക്കും കൊളുത്തിയിട്ട് അതിന്റെ മുമ്പിൽ പോയി പുഷ്പാർച്ചന നടത്തുന്നത് ഒരു മുസ്ലിമിന് പാടില്ലല്ലോ. അതൊരു സഅദി കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ, ഒരു മൊയ്ലിയാർ കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ, ഒരു മുസ്ലിയാർ വേഷധാരി കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ, പടച്ച റബ്ബേ, ഭ്രാന്ത് പിടിച്ചവരെ കെട്ടിയിടാനല്ലേ ചങ്ങല ഉപയോഗപ്പെടുത്തുന്നത്. ചങ്ങലക്കും ഭ്രാന്തായാലോ എന്താണ് മാർഗമുള്ളത്? കെട്ടിയിടേണ്ട ചങ്ങലക്കും ഭ്രാന്ത് പിടിച്ചാലുള്ള സ്ഥിതി എന്താണ്? കണ്ടോ, ഇതുപോലെ ഒരു ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച ഒരു രംഗം നിങ്ങൾക്ക് കാണണോ? ഒരു സഅദിയതാ SSFന്റെ നേതാവാണ്, ഞങ്ങളുടെ ആളല്ലെന്ന് നാളെ ഇനി ആരും പറയണ്ട. ഓ SSFകാരാ, മുജാഹിദ് എന്ന് പറഞ്ഞാൽ വളരെ വിഷമം തോന്നി ദേഷ്യം പിടിക്കുന്ന SSFകാരാ, കണ്ടോ നേതാവ് ചെയ്യുന്ന പണി കണ്ടോ? സ്ക്രീനിൽ അതാ നോക്കൂ, മാലയിട്ട് പൂമാലയിട്ട ഒരു ചില്ലിട്ട് സൂക്ഷിച്ച ഒരു ഫോട്ടോക്ക് പൂമാല ചാർത്തി അതിന്റെ മുമ്പിൽ കാണുന്ന വലിയ നിലവിളക്കിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പൂക്കൾ വിതറുന്നു, പുഷ്പാർച്ചന നടത്തുന്നു. ഇത് കാണുമ്പോ ആരും വിചാരിക്കണ്ട, മറ്റേ കക്ഷി പറയണ്ട അത് AP ഭാഗമാണെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറണ്ട. ഓ, നിങ്ങൾക്കും വരാനുണ്ട് മരുന്ന്, മറ്റേ കക്ഷിക്കും വരാനുണ്ട് മരുന്ന്. അതേ കല്ലേഗ ജുമാ മസ്ജിദ് ഖത്തീബ് ഒരു ദാരിമിയും ഇതേ പണി ചെയ്യുന്നത് കണ്ടോ? അയാളും അതാ പുഷ്പാർച്ചന നടത്തുന്നു. അതേ ചില്ലിട്ട് സൂക്ഷിച്ച പുമാലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ദീപാലങ്കാരം കൊണ്ട് ദീപം വെച്ച് പ്രത്യേകമായി പൂജ നടത്തുന്ന സ്ഥലത്തതാ ഭവ്യതയോടെ തലപ്പാവ് ധാരിയായ ഈ മനുഷ്യൻ, ജുബ്ബയിട്ട മനുഷ്യനിതാ ഭക്തിയോടെ പോയിട്ടതാ സമർപ്പണം നടത്തുന്നു. ഇയാൾക്കിതുകൊണ്ടും മതിയായിട്ടില്ലല്ലോ. അതേ, മറ്റൊരു സമുദായത്തിന്റെ വക്താക്കൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതേ അവർക്കൊരാചാരമുണ്ട്, അവര് ഭൂമി പൂജ നടത്തും. ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവര് ഭൂമി പൂജ നടത്തും. ആ പൂജ നടക്കുന്ന സ്ഥാനത്ത് പോയി നിന്നുകൊടുത്തുകൊണ്ട് അവിടെയും ആ പൂജയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഇതേ മനുഷ്യന് നിങ്ങളൊന്ന് കണ്ടോ? സ്ക്രീനിൽ കാണുന്ന രംഗം നോക്ക്. ഒരു പാത്രത്തിൽ ഒരു പൂജയിലതാ പാലെടുത്തിട്ട് ഈ മനുഷ്യൻ അറിയാതെ പോയല്ലോ, പാലെന്തിനാ ദാരിമി, പാല് എന്തിനാണ് ദാരിമി? അത് മണ്ണിലൊഴിക്കാനുള്ളതാണോ? മുസ്ലിമേ, ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമാണെങ്കിലും ആരാണെങ്കിലും പാല് എന്ന് പറയുന്നത് പടച്ച റബ്ബ് നൽകിയ ഒരു നല്ല വിശിഷ്ടമായ ഭോജ്യവസ്തുവാണ്, പാനീയമാണ്. അത് മണ്ണിലൊഴിച്ച് കളയാനുള്ളതല്ല, വിഗ്രഹത്തിന്റെ തലയിലൊഴിക്കാനുള്ളതല്ല, ജാറത്തിന്റെ മീതെ ഒഴിക്കാനും ഉള്ളതല്ല, ഒരു സ്ഥലത്തും ഒഴിച്ചു കളയാനുള്ളതല്ല. വിശക്കുന്ന മനുഷ്യ, ദാഹിക്കുന്ന മനുഷ്യ, വിശിഷ്ടങ്ങളായ ആഹാര വസ്തുക്കൾ നിങ്ങൾക്ക് നൽകിയ നാഥനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് അവനല്ലാത്തവരെ പൂജിക്കുന്ന, അവനല്ലാത്തവർക്ക് പൂജ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് തലപ്പാവും ധരിച്ച് വേഷം ധരിച്ചിട്ട് പാലൊഴിച്ച് കളയുന്ന മനുഷ്യ, നിങ്ങളെന്തേ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നത്? നിങ്ങളെന്തേ ഇസ്ലാമിന്റെ പേരിൽ ആചരിക്കുന്നത്? നിങ്ങളെന്തേ ഇസ്ലാമിന്റെ പേരിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വരുമ്പോൾ അതേ ഹൈന്ദവ സഹോദരങ്ങൾ നടത്തുന്ന മഹാഗണേശോത്സവത്തിന് വിളക്ക് കൊളുത്തുന്ന ചടങ്ങിലും ഈ ചങ്ങാതിയുണ്ട്. അവിടെയും പോയി ഭവ്യതയോടെ കയ്യും കെട്ടി നിൽക്കുന്നു. അതേ, ഇവർക്കൊക്കെ എന്താ പേര്? മതസൗഹാർദ്ദമാണ് പോലും. മതസൗഹാർദ്ദം ഇങ്ങനെയാണോ? മനുഷ്യര് തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത്. മതങ്ങൾ തമ്മിൽ എന്ത് സൗഹാർദ്ദമാണ്? ഓരോ മതവും വെവ്വേറെ ആശയങ്ങളല്ലേ. ഇതെങ്ങനെയാ ഒരുമിച്ചു കൂടുക? രാവും പകലും ഒരുമിച്ചു ചേരുമോ? ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചു ചേരുമോ? വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഓരോരുത്തരും അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചോട്ടെ. പുഷ്പാർച്ചന നടത്തുന്നവരത് ചെയ്യട്ടെ. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ
മറ്റൊരു സംസ്കാരം ചെയ്യുമ്പോൾ അത് ഇസ്ലാമിന്റെ ലേബലിൽ വേണ്ട, ഇസ്ലാമിന്റെ പേരുള്ളവൻ ചെയ്യണ്ട, അങ്ങോട്ട് പോയിട്ട് ചെയ്തോ. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതത്തോടും ഇസ്ലാം ആരെയും നിർബന്ധിക്കാറില്ല. ആരെങ്കിലും നിർബന്ധിച്ചു മതപരിവർത്തനം കൊണ്ടുവരുന്നത് ഇസ്ലാമിലില്ല. ഈ എക്സിബിഷനിൽ തന്നെ ഏതാ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. അതേ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എഴുതി വെച്ച ഫ്ലക്സ് ബോർഡുകളുണ്ട്. നാനാജാതി മതവിഭാഗങ്ങൾ ഈ ദിവസത്തിന്റെ ഇടക്ക് ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദർശന നഗരി സന്ദർശിച്ചില്ലേ? അവർ ഈ ആശയം കണ്ടില്ലേ, കേട്ടില്ലേ? ഇനി അവർക്ക് തീരുമാനിക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. അതേ മതത്തിൽ ബലാത്കാരമില്ല. നിർബന്ധിച്ചു ഒരാളെയും ആക്രമിച്ചു ഒരാളെയും പ്രേരിപ്പിച്ചു ഒരാളെയും മതത്തിൽ കൂട്ടുന്ന സമ്പ്രദായമില്ല. സത്യമങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, സത്യമങ്ങ് കാണിച്ചു കൊടുക്കുന്നു, സത്യമങ്ങ് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കട്ടെ. ഇസ്ലാമിന്റെ സൗഹാർദ്ദ സന്ദേശം അതാണ്. അതല്ലാതെ തെയ്യം തുള്ളുമ്പോ അവിടെ പോവുക, ജാറത്തിൽ അവരിങ്ങോട്ടും വരിക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേർച്ചകൾ കൊടുക്കുക, മറ്റൊരു സമൂഹത്തിന്റെ ആചാരങ്ങളെ പുകഴ്ത്തി പറയുക. അതേ ആ രൂപത്തിലുള്ള ആചാരങ്ങളൊക്കെ എല്ലാ താലൂക്കുകളിലും നടപ്പിലാക്കണം എന്ന് പറയാൻ, ഗവൺമെന്റിനോട് പ്രത്യേകം പറയാൻ. ദസറയാഘോഷിക്കുന്ന വേളയിലും അതാ ഉപ്പിനങ്ങാടിയിലെ ഒരു ദാരിമി പോയി കൊടുക്കുന്നു. ഉപ്പിനങ്ങാടിയിലെ ഒരു ദാരിമിയതാ ദസറയോട് വല്ലാത്ത മഹബത്ത് നിങ്ങൾക്ക് കാണാം. അയാൾ അതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും വേണ്ടതാണത്രേ ഈ ഒരു പ്രത്യേകമായ ഉത്സവമെന്ന്. തീർന്നില്ലല്ലോ, കാണിയൂർ മസ്ജിദ് സുലൈമാൻ ഫൈസിക്ക് ദീപാവലിയോട് വല്ലാത്ത പിരിശം. വളരെ ആവശ്യമായ ഉത്സവമാണത്രേ ദീപാവലി എന്ന് മൂപ്പരും പോയി ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന നിലക്ക് സംസാരിക്കുന്നു. മറ്റൊരു പുരോഹിതൻ എന്താ പണി? വേറൊരു ദാരിമി, ഒരു ഹുസൈൻ ദാരിമിയതാ ചെട്ടിമതിൽ ഉത്സവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അതേ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ പോയി പങ്കെടുത്തിട്ട് ടിയാന്റെ അഭിപ്രായം, ഈ നാടിന് അതേ ദൈവം തന്ന ഗിഫ്റ്റാണിത്. അതേ ഇവിടുത്തെ ആ നാട്ടുകാർക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് പോലും. അതേ ഹൈന്ദവ സഹോദരാ സൂക്ഷിച്ചോ, ഇത് കാപട്യമാണ്. അയാൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ കൂടെ കൂടട്ടെ, ഇല്ലെങ്കിൽ അയാൾ പറയുന്നത് കാപട്യമല്ലേ, നിങ്ങളെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ലേ, വഞ്ചനയല്ലേ. വഞ്ചന ഒരു മുസ്ലിമിന് ചേർന്നതാണോ? മുസ്ലിമേ, നിനക്ക് ഏത് സഹോദരനോടും ബന്ധപ്പെടാം, ഹിന്ദുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം, ക്രിസ്ത്യാനിയുടെ കൂടെ താമസിക്കാം, അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കാം, അവരുമായി ഇടപാട് നടത്താം, അവരുമായി ബിസിനസ് ചെയ്യാം, അവരുമായിട്ട് അതേ യാത്ര പോകാം, എല്ലാ കാര്യങ്ങളും സൗഹാർദ്ദത്തോടെ ചെയ്യാം. പരസ്പരം പ്രയാസങ്ങളുണ്ടെങ്കിൽ സഹായിക്കണം, സഹകരിക്കണം, വീട് നിർമ്മാണത്തിന് സഹകരിക്കാം. പക്ഷേ ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൊണ്ടുള്ള ഒരു സൗഹാർദ്ദം വേണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയോട് ഇടപാട് നടത്തിയിട്ടുണ്ട്, മുശ്രിക്കിനോട് ഇടപാട് നടത്തിയിട്ടുണ്ട്, ക്രിസ്ത്യാനിയോട് ഇടപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഉത്സവത്തിലും പോയി ഇരുന്നു കൊടുത്തിട്ടില്ല. മക്കയിലോ മദീനയിലോ നടക്കുന്ന ഒരു അമുസ്ലിം ആഘോഷങ്ങളിലും നേതാവ് പങ്കെടുത്തിട്ടില്ല, അവിടെ പോയി സൗഹാർദ്ദം പറഞ്ഞിട്ടില്ല. മറിച്ച് ദീനിന്റെ ആദർശത്തിന്റെ കാര്യം വരുമ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ മുഴുവൻ ഒരു ചരടിൽ കോർക്കാൻ വേണ്ടി നിയുക്തരായ ഐക്യത്തിന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാചാരത്തിലും ഒരു ഉത്സവത്തിലും പോയി പങ്കെടുത്ത് പ്രകീർത്തനം നടത്തിയിട്ടില്ല. മറിച്ച് ആദർശത്തിന്റെ രംഗമെത്തുമ്പോൾ നേതാവിന് പറയാനുള്ള ആദർശം എന്തായിരുന്നു? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ രാജ്യത്ത് എല്ലാ മതക്കാരും സൗഹാർദ്ദത്തോടെ കഴിയണം.
എല്ലാവരും സൗഹാർദ്ദത്തോടെയാ കഴിയേണ്ടത്. ആരും ആരുടെയും ആരാധനാലയങ്ങൾ ആക്രമിക്കാനോ ഏതെങ്കിലും ഒരു ചടങ്ങുകളെ ആക്രമിക്കുവാനോ ഒന്നും പാടില്ല. എല്ലാവരും സൗഹാർദ്ദത്തോടെ സഹായത്തിൽ ജീവിക്കണം. പക്ഷേ ആദർശം, ഹിന്ദുവിന് ഹിന്ദുവിന്റെ ആദർശം, മുസൽമാൻ അവന്റെ ആദർശം, ക്രിസ്ത്യാനിക്ക് അവന്റെ ആദർശം, അതെല്ലാവരും സമാധാനത്തോടുകൂടി, അതേ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് വൈവിധ്യമാർന്ന മതവിഭാഗങ്ങളും ആദർശങ്ങളുമൊക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ രാജ്യത്ത് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുക. പക്ഷേ അത് ഈ രൂപത്തിലല്ല. മതസൗഹാർദ്ദം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് സൗഹാർദ്ദം മാത്രം ബാക്കി മതം പോയി, ആ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ദാരിബിമാർക്ക്, സൈരിമാർക്ക്, ഫൈസിമാർക്ക്, ഇവർക്കൊക്കെ ഇനി എപ്പോഴാ പടച്ച റബ്ബേ ഈ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുക? എത്ര കാലമാണ് ദുന്യാവിലെ സ്ഥാനമാനങ്ങൾ, എത്ര കാലമാണ് ദുന്യാവിലെ പേരും പ്രശസ്തിയും, എത്ര കാലമാണ് ഈ പത്രത്തിലെ പേര് കൊണ്ടുള്ള ആഹ്ലാദം, ഈ പത്രത്തിലെ ഫോട്ടോ കൊണ്ടുള്ള ആഹ്ലാദം? മഹ്ശറിൽ പോയി നിൽക്കണ്ടേ? പരലോക കോടതിയിൽ നിൽക്കുമ്പോ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തു പറയാൻ സാധിക്കും? പടച്ച റബ്ബിന്റെ കോടതിയിൽ പോയി നിങ്ങളുടെ ഈ വേഷം കെട്ടൽ കണ്ട്, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് തെറ്റിദ്ധരിച്ച അനേകായിരം മുസ്ലിമീങ്ങളുടെ പാപത്തിന്റെ ഭാരം കൂടി അവർക്ക് കിട്ടുന്നതിന്റെ പുറമെ നിങ്ങൾക്കും കൂടി ഏറ്റെടുക്കേണ്ടി വരില്ലേ? ചിന്തിച്ചോളണം, ആലോചിച്ചോളണം. ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങളെ വികൃതമാക്കി അവതരിപ്പിക്കാൻ ഒരിക്കലും കൂട്ടുനിൽക്കല്ല ഉലമാക്കളെ. ഇതാണ് വിനയത്തോടെ എല്ലാവരോടും പറയാനുള്ളത്. മനസ്സിലാക്കണം, ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകമായ നിലയ്ക്ക് അവിടെ ആചാരം നടക്കുമ്പോ, ദുർഗാംബികാമ്മ ക്ഷേത്രത്തിൽ ആചാരം ഉണ്ടാകുമ്പോ മുസ്ലിമീങ്ങൾ നേർച്ച കൊണ്ടുപോവുക, ഇവിടെ ഉണ്ടാകുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് നേർച്ച കൊണ്ടുവരിക. പുത്തൂരിലെ കടബ ദർഗയില് ആ ദർഗയുടെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നല്ലോ. ഈ ദർഗയിലേക്ക് ഓയില് നേർച്ചയാക്കുന്ന ആളുകൾ, എണ്ണ നേർച്ചയാക്കുന്നവർ, തിരികൾ നേർച്ചയാക്കുന്നവർ, അതുപോലെ വലിയൊരു കറാമത്ത് എന്താ പറഞ്ഞത്? വലിയൊരു കറാമത്ത് അവിടെ പറഞ്ഞത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദർഗയുടെ പരിസരത്ത്, പള്ളിയുടെ പരിസരത്ത് പലപ്പോഴും എന്തെങ്കിലും വേണ്ടാധീനം നടന്നു കഴിഞ്ഞാൽ നാഗരാജ പ്രത്യക്ഷപ്പെടും എന്നാണ്. പാമ്പ് വരും. എവിടെ? അവിടെ പാമ്പ് എന്തെങ്കിലും അതിന്റെ പരിസരത്ത് വല്ല രൂപത്തിലുള്ള കാര്യങ്ങളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അത് തിരുത്താൻ വേണ്ടി നാഗരാജ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാഗരാജനെ ആ രൂപത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? അവിടുന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിന് പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ്. അതിന്റെ പരിസരത്ത് വല്ല അനിസ്ലാമികതകൾ, വേണ്ടാധീനങ്ങൾ വന്നാൽ ആരാണത്? അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഗൗരവത്തോടെ പറയാൻ ജനങ്ങൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് എന്ന നിലക്ക് നാഗരാജ പ്രത്യക്ഷമാകുത്താനേ. ആരാ വരുന്നത്? നാഗരാജ വരും. നാഗരാജ വന്നിട്ട് ഇപ്പൊ പിന്നെ ആകെ പ്രശ്നമായി. എന്താ പ്രശ്നം? അതിന്റെ പരിസരത്ത് എന്തോ ആരോ അശുദ്ധി അല്ലെങ്കിൽ അശുദ്ധമാക്കി. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ മുസ്ലിയാക്കളുള്ളിടത്തോളം, ഈ വിവരം കെട്ട കൗമിനെ ഈ മുസ്ലിയാക്കൾ നയിക്കുന്നിടത്തോളം നാഗരാജ പോയ നേരണ്ടാവില്ല. കാരണം എന്താ? മൂപ്പരെ എപ്പോഴും അവിടെ വേണ്ടിവരും. കാരണം അതിന്റെ പരിസരത്ത് എന്നും നടത്തുന്നത് അശുദ്ധം തന്നെ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പണിയല്ലേ ഈ ശിർക്ക്. ഈ ശിർക്ക് തന്നെ ഇതല്ല ഏറ്റവും വലിയ മാലിന്യം. ഈ ശിർക്കിന് പ്രോത്സാഹനം നടത്തുന്ന മുസ്ലിയാക്കള്, അതുപോലെ ഇനി എന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി പലപ്പോഴും പാവപ്പെട്ട ജനങ്ങൾ, ഒന്നും തിരിയാത്ത ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ടാകുമ്പോ നാഗരാജ എന്നും പ്രത്യക്ഷപ്പെടേണ്ടി വരും. ഈ രൂപത്തില് ഇങ്ങനെ പ്രത്യേകമായി ഓരോ ഉറൂസുകളെയും അതുപോലെ തന്നെ ജാറങ്ങളെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് ഈ സമൂഹത്തെ എന്ത് ചെയ്യുകയാണ്? ശിർക്കിലേക്ക് തന്നെ പിടിച്ചു വലിക്കുകയാണ്. അതേ, ദുന്യാവ് അവർക്ക് വേണം. ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ. ആഖിറത്തെ വിറ്റിട്ട് ദുന്യാവ് ഈ കൂട്ടര് വാങ്ങുകയാണ്. ദുന്യാവല്ലേ ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത്? ആഖിറം പോയല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ, എന്റെ സമുദായത്തിലുള്ള ചില ഗോത്രങ്ങളതാ ബഹുദൈവാരാധകരോട് ചെന്നുചേരും വരെ അന്ത്യനാൾ സംഭവിക്കൂല. അതിവിടെ ഈ മുസ്ലിയാക്കളിലൂടെ പലപ്പോഴും പുലരുകയാണ്. അവരുടെ ഈ
സൗഹാർദ്ദത്തിന്റെ ഈ രൂപത്തിലുള്ള വാദങ്ങളിലൂടെ പുലരുകയാണ്. മുസ്ലിമേ, ഈമാൻ കാത്തു സൂക്ഷിച്ചോളണം, ഈമാൻ ശരിക്കും നിലനിർത്തിക്കോളണം. ഇത് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏറ്റവും വലിയ നിർദ്ദേശമായി കൊണ്ട് പറയുകയാണ്. ഇത്തരം ആചാരങ്ങളിലൂടെ, പ്രചരണ പരിപാടികളിലൂടെ ഇസ്ലാമിന്റെ തനതായ രൂപം തന്നെ സമൂഹം അറിയാതെയായി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ സർവ്വ അധ്യാപനങ്ങളെയും ഈ പുരോഹിതന്മാര് കാറ്റിൽ പറത്തുന്നു.